നോർമലായിട്ട് നോർമൽ ഡെലിവറിക്ക് വരുന്ന പേഷ്യൻസ് ഉണ്ടാവില്ലേ? അപ്പോൾ അവർ ശരിക്കും എപ്പോഴാണ് അഡ്മിറ്റ് ആവേണ്ട ഒരു ഹോസ്പിറ്റലിൽ? നമ്മളിങ്ങനെ ഡേറ്റ് കൊടുക്കാറില്ല, ഇതാണ് നിങ്ങളുടെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്നുള്ളത്. അപ്പോൾ ആ സെയിം ഡേറ്റിനാണോ അതോ അതിൻ്റെ മുന്നേ എന്തെങ്കിലും അവിടെ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് ആയിരിക്കൂലേ. നമ്മളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഈ ആദ്യം ഒരു സ്കാൻ ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ ടി സ്കാൻ പണ്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ നമ്മൾ തുടങ്ങി ഇപ്പോൾ കുറച്ചായിട്ട് എൻ ടി സ്കാൻ ചെയ്യും, ഒരു 11 to 13 വീക്സ് ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് അനോമലി സ്കാൻ ചെയ്യും, ചിലപ്പോൾ 30 or 32 ഗ്രോത്ത് സ്കാൻ ചെയ്യും, പിന്നെ ഒരു ടേം സ്കാൻ ചെയ്യും 34-35 ആവും. എന്നാൽ വേറെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല, നോർമലി വരുന്നൊരു പേഷ്യൻ്റ് ആണെങ്കിൽ 35 വീക്സ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും ഇന്നാണ് കാര്യങ്ങൾ, ബേബി വെയിറ്റ് ഇത്ര ഉണ്ട്, നിങ്ങൾ ക്ലാസ്സിൻ്റെ ഇവിടെയാണുള്ളത്, ലൈക്കർ നോർമലാണ്, കുഴപ്പമില്ല, ബേബിക്ക് പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വീക്സ് ഒക്കെ, ഒരു 37-38 വീക്സ് ആകുമ്പോൾ പേഷ്യൻ്റ് നമ്മൾ ഒ പിയിലല്ല വിളിക്കുക, ലേബർ റൂമിൽ വിളിക്കും. ലേബർ റൂം വിളിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി NST-യിലെ ഈ ബേബിയുടെ സാധനങ്ങളൊക്കെ നോക്കും. ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ തോന്നുകയാണെങ്കിൽ നമ്മൾ ലേബർ റൂമിൽ തന്നെ അൾട്രാസൗണ്ട് മെഷീൻ ഉണ്ട്, ലൈക്കർ എത്ര ഉണ്ടെന്ന് നോക്കും. എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഡേറ്റ് അടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വെള്ളം കുറഞ്ഞു പോകാനൊക്കെ, കുട്ടിയുടെ ഇരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ അത് കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസ്ട്രസും പ്രശ്നങ്ങളും വരാണ്. അത് ചിലപ്പോൾ ജസ്റ്റ് അതിൻ്റെ കൂടെ NST റിയാക്റ്റീവ് ആണ്, കുഴപ്പമില്ല. ഈ നമ്മുടെ ECG പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ ഹാർട്ട് ബീറ്റ് കുഴപ്പമൊന്നുമില്ല, ഇതേമത്തെ ലൈക്കർ നോർമലാണ്ട് നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് പറയാം. അതിൽ ആ ഉള്ള പരിശോധിച്ച് വേറെ പ്രത്യേകിച്ച് പെയിനൊന്നും കാണുന്നില്ല വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ 40 വീക്സ് വരെ നമുക്ക് പേഷ്യൻറ്റിനെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കാം. ചില സമയത്ത് ഇങ്ങനെ വരുന്ന പേഷ്യൻ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ള പരിശോധിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ പെയിനോ കാര്യങ്ങളോ ഉണ്ടാകുന്നതാണ്, അപ്പോൾ തന്നെ നമ്മൾ അഡ്മിറ്റ് ആകും. ചില സമയത്ത് എന്ന് വെച്ചാൽ നമ്മളൊന്നും കാണാത്ത പേഷ്യൻ്റ് ആ സമയത്ത് ചിലപ്പോൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഹാർട്ട് ബീറ്റ് ചിലപ്പോൾ ചെറിയ വേരിയേഷൻ ഉണ്ടാകും. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ബീറ്റ് വേരിയബിലിറ്റി, ഈ ചിലപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ഇഷ്യൂസും ഇല്ലാത്ത പേഷ്യൻസൊക്കെ ചിലപ്പോൾ എന്ന് വെച്ചാൽ മെക്കോൺ ഉണ്ടാവും, വീട്ടിൽ നിന്ന് മെക്കോണിയായിട്ട് മഷിയിറക്കി വന്നിട്ടുണ്ട്, അത് നമുക്കറിയില്ല. നമ്മൾ മെക്കോണിയത്തിൻ്റെ കളർ അറിയണമെന്നുണ്ടെങ്കിൽ എന്താകണം, ശരിക്ക് ഗർഭപാത്രം തുറന്നു വന്ന് വെള്ളം പൊട്ടുമ്പോഴേ ഇതിൻ്റെ കളർ കാണുമ്പോൾ നമ്മൾ അറിയുന്നുള്ളൂ ഇത് മെക്കോണിയാന്നുള്ളത്. അതിന് മുന്നേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാർട്ട് ബീറ്റ് ട്രേസിംഗ് ഇല്ലേ, അതിലെന്താണെന്ന് വെച്ചാൽ ഈ സിഗ്നിഫിക്കൻറ്റ് സാധനം ബീറ്റ് വേരിയബിലിറ്റി ലോസ് ആവുമെന്ന് പറയും. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാവും, അതിന് പകരത്ത് സ്ട്രെയിറ്റ് അങ്ങോ, അങ്ങനെയാണെന്ന് വെച്ചാൽ ബേബിക്ക് എന്തോ പ്രശ്നം നമ്മളപ്പോൾ തന്നെ മനസ്സിലാക്കും. ഒന്നുകിൽ നമ്മൾ കുറച്ചും കൂടെ ഡയലക്ട്രീഷൻ നമ്മൾ AR ചെയ്ത് നോക്കും, അതുണ്ടെങ്കിൽ നമ്മൾ അഡ്മിറ്റ് ആക്കിയിട്ട് ബാക്കി ഈ ബയോഫിസിക്കൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഇതിൻ്റെ ഡോപ്പറൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ കുട്ടിയുടെ ആക്ടിവിറ്റീസ് നോക്കണം. എന്ന് വെച്ചാൽ മൂവ്മെൻറ്റ് എത്ര ഉണ്ട്, ഈ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ മൂവ്മെൻറ്റ് എന്ന് പറയും, കായ് നേരത്തെ വെക്കുകയും ചെയ്യുന്നുണ്ട്, പിന്നെ ഈ അനങ്ങുന്നതിൻ്റെ ടോണ്, ഈ ഗ്രാവിറ്റി, പിന്നെ റെസ്പിറേറ്റീവ് മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ശരി ശ്വസിക്കുന്ന നമുക്ക് കാണാൻ പറ്റും റെസ്പിറേറ്റീവ് മൂവ്മെൻറ്റ്സ്. പിന്നെ ഇതേമാതിരി പിന്നെ ഈ ഹാർട്ട് റേറ്റിൻ്റെ സാധനങ്ങൾ, ലൈക്കർ, ഇതൊക്കെ വെച്ചിട്ടൊരു സ്കോറുണ്ട്, ബയോഫിസിക്കൽ സ്കോർ എന്ന് പറയുന്ന സാധനം. അത് സ്കോർ ഭയങ്കര ലോ ആണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ബേബി ഈസ് ഇൻ ബാഡ് ഷേപ്പ്. നമ്മളെ പെട്ടെന്ന് ബേബി പുറത്ത് വരണമെന്ന് നമ്മൾ വിചാരിക്കണം. പെട്ടെന്ന് വരാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ ഡെലിവറി ഒക്കെ, ഇനിയിപ്പോൾ അതിന് സിസേറിയൻ വേണമെന്നുണ്ടെങ്കിൽ സിസേറിയൻ ചെയ്ത് എടുക്കണം എന്ന് വിചാരിക്കണം. അതേമാതിരി അങ്ങനത്തെ ഇഷ്യൂസ് ചിലപ്പോൾ എന്ന് വെച്ചാൽ ഡേറ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഡോപ്ലർ എന്ന് വെച്ചാൽ കുട്ടിയുടെ രക്തോട്ടത്തിനൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ 37-38 വിളിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒന്നും ഇഷ്യൂ, നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ 35 വീക്സ് കഴിഞ്ഞിട്ട് നമ്മൾ 40 വീക്സിലാണ് വരാൻ, ഇൻ ബിറ്റ്വീൻ എന്തോ സംഭവിച്ചാൽ നമുക്ക് അറിയില്ല. കുറച്ചും കൂടി ഫ്രീക്വൻറ്റ് BP ചിലപ്പോൾ കൂടി വരാം, ചിലപ്പോൾ അതുവരെ ഇല്ലാത്ത ചിലപ്പോൾ ഷുഗർ ചിലപ്പോൾ ഉണ്ടായി വരാം. പിന്നെ അതേമാതിരി തന്നെ ചിലപ്പം ഈ പ്രഗ്നൻസിയിലൊക്കെ ഉണ്ടാകുന്ന ഫാറ്റി ലിവർ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്ന സാധനമുണ്ട്. എന്ന് വെച്ചാൽ ലിവറിൻ്റെ എൻസൈംസ് കൂടിയിട്ട് വരുന്ന പ്രശ്നം. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്നെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഈ സാധനങ്ങളൊക്കെ നമ്മളിടയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് വെച്ചാൽ അവർക്ക് 40 വീക്സ് വരെ പോകാം. പിന്നെ ഇത് നമ്മൾ മുന്നോട്ട് പോകുന്ന കാര്യം, ബാക്കോട്ട് പോകുന്ന കാര്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 35 വീക്സിൽ അല്ലെങ്കിൽ അത്രയും വേണ്ടാന്ന് കൂട്ടിക്കോളും. ചിലപ്പോൾ എന്താ വെച്ചാൽ ഒരു 28-30 വീക്സ് ആവുന്ന സമയത്തിന് ചില പേഷ്യൻറ്റ് പെയിനായിട്ട് വരും. സാധാരണ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല പെയിൻ ആവുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഉള്ളിൽ പരിശോധിച്ച് PV ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇത് ചിലപ്പോൾ 3 cm ഡയലറ്റേഷൻ ഒക്കെ ഉണ്ടാവും, പേഷ്യൻ്റ് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അത് അവരോട് പറയുമ്പോൾ അവർ ഭയങ്കര ഇങ്ങനെ അസ്റ്റോണിഷ്ഡ് ആയിട്ട് നിൽക്കും, വാട്ട് ഈസ് ഹാപ്പനിങ് ഇതിൽ. അപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു 30 വീക്സിലൊക്കെ ബേബി വരികയാണെങ്കിൽ എന്താവും, ഇയാൾ നേരെ NSCയിലോട്ട് പോകും. പ്രസവിച്ച് പോകുന്ന കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ശ്വാസം കഴിക്കാൻ ഈ ചിലപ്പോൾ ബേബിക്ക് വെയിറ്റ് ഒക്കെ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ, പക്ഷേ വെയിറ്റ് ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഓർഗൻസ് മെച്ചുറാണ്, പ്രത്യേകിച്ച് ഈ ലങ്സ് കിട്ടിക്കഴിഞ്ഞാലല്ലേ ഇതിന് ശ്വാസം കഴിക്കാൻ പറ്റും. ശ്വാസം കഴിക്കാൻ പറ്റാതെ നമ്മളൊരാൾ ഡെലിവറി ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ NSCയിൽ വെച്ചിട്ട് പിന്നെ വെന്റിലേറ്റർ വെച്ചിട്ട് ശ്വാസം പുറത്തുനിന്ന് കൊടുത്ത് റെഡിയാക്കി എടുക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ അഡ്മിറ്റ് ആക്കിയിട്ട് ഒന്ന് പെട്ടെന്ന് ഡെലിവറി ആയി പോകാതിരിക്കാനുള്ള സാധനങ്ങളുണ്ട്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലങ് മാച്യൂരിറ്റി കൊടുക്കുന്നൊരു സാധനമാണ്, എന്ന് വെച്ചാൽ കോർട്ടിക്കോസ്റ്റീറോയിഡ് എന്ന് പറയും. ഈ സാധനങ്ങൾ എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു സമയത്ത് പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ 20ാം നൂറ്റാണ്ടിൽ തന്നെ ഒരു ഭയങ്കര ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള സാധനമാണ് ഈ കോർട്ടിക്കോസ്റ്റീറോയിഡ് ലങ് മാച്യൂരിറ്റി എന്ന് പറയും.
അത് ഒരുപാട് ബേബീസിനെ സേവ് ചെയ്തിട്ടുണ്ടെന്നാണ്. പ്രീ ടൈം ബേബീസ് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രെസ് വരും, പ്രശ്നങ്ങളുണ്ടാവും, പിന്നെ അതിൻ്റെ NICU ഇടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, പിന്നെ ഈ ഓക്സിജൻ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടാവും. അത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്തൊരു ഡ്രാമാറ്റിക് സംഭവമാണ് നമ്മൾ ശരിക്കും ഒബ്സ്റ്ററ്റിക്സിലും നിയോനെറ്റോളജിയിലും പറയുന്നൊരു സാധനം. അതുമാതിരി തന്നെ എന്താ വെച്ചാൽ പിന്നെ പറയുന്നത് വെച്ചാൽ ലങ്സ് കഴിഞ്ഞ പിന്നെ ബ്രെയിനാണുള്ളൊരു സാധനം. ബ്രെയിനിൽ ചിലപ്പോൾ ഇഷ്യൂസ് വരാം. അതിന് വേണ്ടി നമ്മൾ മെഗ്നീഷ്യം എന്ന് പറഞ്ഞ സാധനമുണ്ട്, ബ്രെയിനിൻ്റെ കുറച്ചും കൂടെ സാധനം കൂട്ടാൻ. ഈ കോർട്ടിക്കോസ്റ്റീറോയിഡ്സും മെഗ്നീഷ്യമാണ് നമ്മൾ കൊടുക്കുന്ന സാധനം. അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യും പേഷ്യൻറ്റ്. കുഴപ്പമൊന്നുമില്ല വെച്ചാൽ 24 hours എടുത്ത് നമ്മൾ നോക്കും ഹൗ ഷീസ് ഗോയിങ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്ന് വെച്ചാൽ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തേക്കും, അണുബാധയോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടാണ്. ഇപ്പോൾ ചില സമയത്ത് എന്ന് വെച്ചാൽ വജൈനൽ സ്വാബ് എടുത്തിട്ട് അതിലൊന്നും ഇൻഫെക്ഷൻ പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കും. ചില സമയത്ത് എന്താ വെച്ചാൽ ഈ സാധനം അവിടെ വെച്ച് അങ്ങ് അറസ്റ്റ് ആവും. പിന്നെ അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഡെലിവറി ആയി പോകുന്ന പേഷ്യൻ്റ് ഉണ്ട്, കുഴപ്പമില്ലാണ്ട്. ചിലപ്പം ആ ഒരു സമയത്ത് ഇത് 30 weeks ഒക്കെ ആ സമയത്ത് നമ്മൾ ഈ സാധനം കൊടുത്തിട്ട് 34-35 weeks ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്യൂസ് ഇല്ലാത്ത ബേബി അങ്ങ് പോകും. ചില സമയത്ത് നമ്മൾ എന്തിനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അയാൾ ഇറങ്ങി പോരും, വേറെ പിടിച്ചു വയ്ക്കാൻ പറ്റാം. പക്ഷേ ഈവൻ ദെൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ മെഗ്നീഷ്യം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 24 hours എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 24 hours കിട്ടുകയാണെങ്കിൽ എന്താ വെച്ചാൽ ചിലപ്പോൾ അത് ഭയങ്കര ഡ്രാമാറ്റിക് ചേഞ്ചസ് ഉണ്ടാക്കും. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ ട്വിൻ ഡെലിവറികളൊക്കെ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ട്വിൻസൊക്കെ എന്ന് വെച്ചാൽ എപ്പോഴും പ്രീട്ടം പോകുന്നൊരു സാധനമാണ്. സാധാരണഗതിയിൽ ഒരു ട്വിൻസ് നമ്മളിപ്പം ആദ്യത്തെ 6 weeks ഒരു സ്കാൻ ചെയ്യൂലേ, സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ട്വിൻസാണ് നമ്മൾ മനസ്സിലാക്കും. ട്വിൻസാന്ന് മനസ്സിലാക്കിയവരോട് നമ്മൾ പറയും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾക്ക് 2 കുട്ടികളുണ്ടോ, അത് ചിലപ്പം ഒരു 3-ാം മാസം സ്കാനും ഒന്നും കൂടെ നമ്മൾ നോക്കി വെക്കണം. നോക്കിയിട്ട് എങ്ങനെ ഏത് രീതിയിലാണ് നോക്കിയിട്ട് വേണം. ചിലപ്പോൾ ഇത് രണ്ടും മുന്നോട്ട് പോകുമായിരിക്കും, ചിലപ്പോൾ മുന്നോട്ട് പോകില്ലായിരിക്കും. അത് കണ്ടിട്ട് വേണം തീരുമാനിക്കാൻ നമ്മൾ പറയാം. NT സ്കാനിങ് കഴിഞ്ഞ് 2 ബേബീസും ഓക്കെ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പം നമ്മൾ ഇവരോട് പറയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലതാണ്, 2 കുട്ടികൾ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സുഖമാണ്, ഭയങ്കര രസമല്ലേ 2 ആൾ ഒന്നിച്ച് വരാൻ. പക്ഷേ കുറച്ചൊരു എന്താ പറയുക, നിങ്ങളെ ഇനി അങ്ങോട്ടുള്ള യാത്ര ഭയങ്കര സന്തോഷമൊക്കെ തന്നെയാണ്, പക്ഷേ എന്ന് കുറച്ച് ടർബുലൻസ് ഉള്ളതായിരിക്കും. നമ്മൾ ഇങ്ങനെ വിചാരിക്കുന്ന മാതിരി ചിലപ്പം ആയിക്കോണമെന്നില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ നൈറ്റ്മെയർ എന്ന് പറയുന്നത് പ്രീടേം ഡെലിവറിയാണ്. അപ്പോൾ ഈ 2 കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിസ്റ്റൻ്റ് ചെയ്യല്ലേ, നമ്മൾ ഒരാളുള്ളതിന് പകരം ഒരു ബേബി ഉണ്ട്, അയാളുടെ ഫ്ലൂയിഡ് ഉണ്ട്, അയാളുടെ പ്ലാസൻ്റ ഉണ്ട്, അതേമാതിരി തന്നെ മറ്റേ ആളുള്ളതുണ്ട്. എന്ന് വെച്ചാൽ ഡബിൾ ലോഡല്ലേ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കൂടുന്ന സമയത്ത് ഒരു സമയം കഴിയുമ്പോൾ എന്ന് വെച്ചാൽ യൂട്രസ് ഓപ്പൺ ആയിട്ട് വരും, ചിലപ്പം ലൈക്കർ പൊട്ടിപ്പോകും, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വരും. അത് നമ്മളെന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇതിപ്പോൾ നമ്മളെല്ലാം കൂടെ പൊട്ടി വന്നിട്ട് പിന്നെ 28 weeks പൊട്ടി കഴിഞ്ഞിട്ട് ഇവരോട് പറഞ്ഞു കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഈ 12 weeks നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്താ പ്രശ്നം വരാമെന്ന് വെച്ചാൽ പ്രീടേം ഡെലിവറി വന്നു കഴിഞ്ഞാൽ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേബീസിനെ NICU വയ്ക്കൂലേ. പണ്ടൊക്കെ എന്താ വെച്ചാൽ ഞാനൊക്കെ പിന്നെ ഈ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആ കഴിഞ്ഞ് വന്ന ഒരു 2000 ആ ഏരിയയിലൊക്കെ എന്താ വെച്ചാൽ ഒന്ന് കോളേജിലായിരിക്കും ഡെലിവറി ആവാം. അത് കഴിഞ്ഞിട്ട് ഡെലിവറി ആയി പോയിട്ട് പിന്നെ ഈ അവിടുത്തെ NICU വെക്കും ബേബീനെ. ചിലപ്പം കിട്ടും, ചിലപ്പോൾ കിട്ടുമല്ല. കുഴപ്പമില്ലാത്ത NICU കയറുകൊണ്ട് ചിലപ്പം കുഴപ്പമില്ലാത്ത ബേബീസ് രക്ഷപ്പെട്ടെങ്കിൽ പോകുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയല്ല. ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ കോളേജിലല്ലേ അവർ പോകുന്നത്, ഒന്നുകിൽ നമ്മുടെ ശാന്തിയിലായിരിക്കും അല്ലെങ്കിൽ വെറുതെ ഹോസ്പിറ്റലായിരിക്കും. അങ്ങനെ അത്യാവശ്യം അഫ്ലുവൻ്റ് ആൾക്കാർ അങ്ങനെയല്ലേ പോകുന്നത്. അത് വരുമ്പോൾ എന്താ വെച്ചാൽ ഈ കുട്ടികളെ NICU വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ വെച്ചാൽ ഈ വെൻറ്റിലേറ്ററൊക്കെ ഉണ്ട് വന്ന് നോട്ടിക്കോളും. നമ്മുടെ NICU ചാർജ് തന്നെ ഭയങ്കരമായിട്ട് കുറവുള്ള സ്ഥലമാണ് കമ്പാരിറ്റീവ്ലി. അവിടെ പോലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബേബീസിനൊക്കെ ചിലപ്പോൾ ഈ 26-28 weeksലൊക്കെ ഡെലിവറി ആയിട്ട് ഭയങ്കര എമൗണ്ട് ബേബിക്ക് ചാർജ് ബില്ലടിച്ച് പോയതാണ്. അത് വേറെ നല്ല ഹോസ്പിറ്റലിലൂടെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിളാവും. എന്ന് വെച്ചാൽ നമ്മളെ ഇങ്ങനെയൊക്കെ വരുന്നപ്പോൾ നമുക്ക് ഈ ട്രസ്റ്റിനൊക്കെ വേറെ തന്നെ ഒരു ലാറ്ററൽ പാത്ത് വേണ്ട. എന്ന് വെച്ചാൽ കൂടുതൽ ബില്ലാന്ന് NICU കുറച്ച് കൊടുക്കാനുള്ള വഴി അവർ തന്നെ കണ്ടിട്ടുണ്ട്, അഫോർഡ് ചെയ്യാൻ പറ്റാത്ത വിഷയം. ഇത് സാധാരണഗതി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഒരു എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു മനുഷ്യന് ഒറ്റയടിക്ക് ഔട്ട്റൈറ്റ് ആയിട്ട് ഇത്രയും എമൗണ്ട് കയ്യിൽ നിന്ന് പോകുമ്പോൾ വെച്ചാൽ ഫിനാൻഷ്യലി ഒരു ഷാറ്റേഡായി പോകും. അത് നമ്മളിവർ പ്രീടേം ഡെലിവറി കഴിഞ്ഞിട്ട് അവരോട് വന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമല്ല, ഇത് ഇങ്ങനെയാണ് കഥ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ അവരെ പോകുന്നുണ്ടാവും, വരുന്നുണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ഒന്നും എടുക്കാൻ ഈ ഒരു സാധനം നമ്മൾ 12 weeksൽ അവരോട് പറഞ്ഞു കൊടുക്കും. ഇതാണ് നിങ്ങളുടെ കോഴ്സ്, ഇതാണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ. പക്ഷെ പലപ്പോഴും എന്ന് വെച്ചാൽ പറയുന്ന പേഷ്യൻസൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഉഷാറായിട്ട് അവർ ചെയ്യും. നമ്മൾ കൗൺസിൽ ചെയ്ത് റെഡി ആയി കഴിഞ്ഞാൽ അവർ അംഗീകരിക്കും, അവർ ശരിക്കും അവർ സമ്മതിച്ചു തരും. മിക്കവാറും ഇപ്പം കഴിഞ്ഞ ദിവസം ഡെലിവറി ആയ പേഷ്യൻ്റൊക്കെ 2 ദിവസം ഒരു 1 hour NICU വന്നിട്ട് സുഖമായിട്ട് ട്വിൻസിനെ കൊണ്ടുപോയ പേഷ്യൻ്റ് ഉണ്ട്. എനിക്കൊരു ട്രിപ്ലെറ്റ് ഉള്ളൊരു പേഷ്യൻ്റ് ഉണ്ട്. അവർ ഒരു ബേബിയും കണ്ട് ഒരു ദിവസമേ കിടന്നിട്ടുള്ളൂ, സുഖമായിട്ട് ഒരു 3rd day അവർ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പം എന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ഗ്രാവിറ്റി പേഷ്യൻറ്റിന് കൗൺസിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ അംഗീകരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ വെച്ചാൽ വീട്ടിലെ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവില്ലേ, അമ്മ നാത്തും പോരി, ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാവില്ല. ഈ സാധനങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന് സമാധാനം കൊടുക്കില്ല. ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും, ബാക്കിയുള്ള സാധനങ്ങളാണ്. പക്ഷേ ഈ
മോൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്ത് NIC കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അമ്മായിമ്മ ശ്രദ്ധിക്കും. എന്ന് വെച്ചാൽ അവർ ഫിനാൻഷ്യലി ഡെപ്ലീറ്റഡ് ആവും എന്ന് പറയുമ്പോൾ എന്താണ് അവർ തന്നെ പറയും എന്ന് വെച്ചാൽ ഈ ജോലി ചെയ്യണ്ട, കുഴപ്പമില്ല എന്നോ. പക്ഷേ ഈ സാധനങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവിടെയാണ് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് കൗൺസിലിംഗ് സാധനം നേരത്തെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എന്താണെന്ന് വെച്ചാൽ അത് ഇതില്ല, നമ്മൾ സേവ് ചെയ്യുന്നതല്ല, ആ ഫാമിലിയെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഡെപ്റ്റ് നമ്മൾ രക്ഷപ്പെടുത്തുക ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ. പണ്ട് ഇപ്പം ഇത് ചില സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി NICയിലൊക്കെ കഴിഞ്ഞാൽ അവർ എന്ത് വിറ്റും ചിലപ്പോൾ ചിലവാക്കും. നമ്മളിപ്പോൾ ഇപ്പോൾ ചില പേഷ്യൻ്റൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, ഈ IVF കഴിഞ്ഞ പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ചിലപ്പോൾ 10, 15, 16 വർഷമൊക്കെ ആയിരുന്നു, അപ്പോഴായിരിക്കും ഒരാൾ വരുന്നുണ്ടാവുക. അങ്ങനെ എന്ത് വേണമെങ്കിലും ചിലവാക്കും. എന്ന് വെച്ചാൽ ഉള്ള കടപ്പാടം വിറ്റിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർ അത്രയും ബില്ല് പേ ചെയ്ത് കുട്ടീനെ അവർ കൊണ്ടുപോകും. അങ്ങനത്തെ ചില സംഭവങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പിന്നെ ഒന്നത് നമ്മൾ പറഞ്ഞു എവിടെയോ കയറി ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് പോകുന്നു. നേരത്തെ അഡ്മിറ്റ് ആകുന്ന കാര്യം നമ്മൾ സംസാരിക്കാൻ പോയാൽ പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രോത്ത് റെസ്ട്രിക്റ്റഡ് ബേബീസ് ഉണ്ടോ, UGR നമ്മൾ മെഡിക്കലി പറയുന്ന സാധനങ്ങൾ. ആ ബേബീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അപ് ടു എന്താ പറയുക ഒരു 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 20 വീക്സ് വരെ അനോമലി സ്കാനിങ് ഒന്നും ഇയാൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ചില സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ NT സ്കാനിങ്ങിൽ യൂട്രൈൻ ആർട്ടറി ഡോപ്ലർ പോസിറ്റീവ് എന്നാണ്, യൂട്രൈൻ ആർട്ടറി ഡോപ്ലർ റെസിസ്റ്റൻസ് എന്ന് അതിനകത്ത് കാണിക്കുക. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറുപടിയിൽ നിന്ന് കുട്ടിലോട്ട് വരുന്ന രക്തോട്ടത്തിന് പ്രശ്നമുണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ശരിക്കും റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ല എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ബിരിയാണിയും മന്തിയും കഴിക്കുന്നില്ലല്ലോ, നമ്മുടെ ഈ സാധനത്തിന് കൂടിയല്ലേ വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസൻ്റെ കൂടെ സാധനം കിട്ടിയാലേ ഇയാൾക്കൊന്നും കിട്ടും. ഈ അമ്മ എന്ത് തന്നെ കഴിച്ചിട്ടും കാര്യമില്ല. എന്താ വെച്ചാൽ ആനേനെ അറുത്തിട്ട് പൊരിച്ച് വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇത് കിട്ടൂലല്ലോ. ഇത് സാധനം അവിടെ ഈ ബ്ലഡ് വെസൽസിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. അതിൽ നമുക്ക് ചെയ്യാനുള്ള ആകെ ഒരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ഈ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ള പണി എന്തോ നോക്കുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ കൊടുക്കുന്ന ഈ ലോ ഡോസ് ആസ്പിരിൻ ഉണ്ട്, നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ആവുന്ന പേഷ്യൻ്റ് സ്ട്രോക്ക് വരേണ്ട, ഹാർട്ട് അറ്റാക്ക് വരേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമില്ല. അത് കുറച്ചും കൂടെ ഡോസിൽ നമ്മൾ സാധാരണഗതിയിൽ 150 മില്ലിഗ്രാം അത്രയും നമ്മൾ കൊടുക്കും. ചെറിയ ഡോസിൽ നമ്മൾ ആ കാണുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, ഈ 12 വീക്സിൽ ആ റിസൾട്ട് കണ്ടിടം മുതലേ നമ്മൾ കൊടുക്കാൻ തുടങ്ങും. ചില പേഷ്യൻ്റ് കുഴപ്പമില്ലാണെങ്കിൽ പോകും. ചില സാധനങ്ങൾ വേണ്ടി ഇത് കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ റെഡി ആയിക്കോണമെന്നില്ല. ആ 20 വീക്സിനും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല, ബ്ലഡ് ഫ്ലോൻ്റെ വ്യത്യാസം മാത്രമേ കാണിക്കും. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 28, 30, 32 വരുമ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രോത്ത് കുറയാൻ തുടങ്ങും. ഗ്രോത്ത് കുറയാൻ തന്നെ ഈ സാധനങ്ങൾ എന്ന് വെച്ചാൽ ഈ ഈ ഒരാളുടെ കുട്ടിയുടെ വെയിറ്റ് എങ്ങനെ നോക്കുകയെന്നറിയാം. നമ്മൾ ഈ അൾട്രാസൗണ്ടിൽ ഇപ്പോൾ 2 കിലോ 3 കിലോ 4 കിലോ എന്ന് പറയുന്നില്ല, വെയിറ്റ് എങ്ങനെ നോക്കുകയെന്നറിയാം. ഒരു ആലോചിച്ചില്ല. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് അൾട്രാസൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ഈ എന്താ പറയുക ഈ ബയോമെട്രിക് മെഷേഴ്സ് എന്ന് പറയും, മെഷർമെൻറ്റ്സ് എന്ന് പറയും. ഈ കുട്ടിയുടെ തലയുടെ അളവ്, അതേപോലെ തന്നെ കാലിൻ്റെ തൊടയുടെ എല്ലിൻ്റെ അളവ്, പിന്നെ അബ്ഡോമൻ സർക്കംഫറൻസ് എന്ന് പറയും. ഇത്രയും സാധനങ്ങൾ നമ്മൾ ശരിക്കും സാധാരണഗതിയിൽ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുക, മെഷർ ചെയ്തിട്ട്. നമ്മളിപ്പോൾ ഒരാളിപ്പോൾ ഷർട്ടിൻ്റെ ഇതിലേക്ക് അളവ് എടുക്കില്ലേ, അതേമാതിരി മെഷീൻ വെച്ചിട്ട് നമ്മൾ അൾട്രാസൗണ്ട് ഇമേജ് വെച്ചിട്ട് നമ്മൾ അളന്ന് കൊടുക്കുക ചെയ്യുക. ആ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു മെഷർമെൻറ്റ് കിട്ടും. അതാണ് ബേബിയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ വളർച്ച കുറവുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയും. ഇതിനേക്കാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനോമലി സ്കാനിങ്ങിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് കൂട്ടിക്കോളും. നമ്മൾക്ക് ഇങ്ങനെയുള്ള പേഷ്യൻ്റ് എന്താ ചെയ്യാൻ വെച്ചാൽ 22 അനോമലി കഴിഞ്ഞ് 26 30 വീക്സിലാണ് നമ്മൾ പിന്നെ വരുന്നത്. ഈ 26 വീക്സിൽ വരുമ്പോഴേ നമ്മൾ നോക്കും. ഫുൾ ഗ്രോത്ത് ഒന്നും നോക്കണ്ട, ഫുൾ സാധനങ്ങൾ നോക്കണം. നമ്മൾക്കത് നമ്മുടെ OP തന്നെ അൾട്രാസൗണ്ട് മെഷീനാണ്. നമ്മൾ വരുമ്പോൾ ഡൈക്കറും പണ്ടൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഗ്രോത്ത് നോക്കാൻ വേണ്ടിയിട്ടൊരു കണക്കുണ്ട്. നിങ്ങളെ സാധാരണഗതിയിൽ MBBSൻ്റെ 3rd ഇയർ ബുക്കിലൊക്കെ പറയുന്നൊരു സാധനമുണ്ട്, ഫണ്ടൽ ഹൈറ്റ് എന്ന് പറയുന്ന സാധനം. എന്ന് വെച്ചാൽ ആദ്യം എത്ര അംബലിക്കസിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു 20 വീക്സ്, അവർ 22 വീക്സ് 24 വീക്സ്, പിന്നെ അങ്ങനെ പോയിട്ട് 36 വീക്സ് വരെ വന്ന് പിന്നെ ഒന്ന് താഴോട്ട് വന്ന് അങ്ങനത്തെ ഒരു. പക്ഷെ ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ കുറച്ചും കൂടെ ഇതായില്ല, എന്താ പറയുക, ഈ ഡിജിറ്റൽ സാധനങ്ങളും ബാക്കിയുള്ള സാധനങ്ങളും അഡ്വാൻസ്ഡ് ആയിട്ട്. ഇപ്പം നമ്മളൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെഷീൻ നമ്മുടെ കയ്യിൽ തന്നെ അൾട്രാസൗണ്ട് മെഷീനാണ്. ഒന്നുമില്ല, 26 വീക്സ് പേഷ്യൻ്റ് വരുന്ന സമയത്ത് നമ്മൾ നോക്കും ഈ AC 26 വീക്സിന് കറസ്പോണ്ട് ചെയ്യുന്നുണ്ടോ. അത് ഈ നമ്മൾ പറഞ്ഞ 4 മെഷർമെൻറ്റ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനം അബ്ഡോമൻ സർക്കംഫറൻസാണ്. എന്ന് വെച്ചാൽ വെയിറ്റ് കൂടുകയും കുറയും, നമ്മൾ ലിവറിലെ ഗ്ലൈക്കോജൻ ഡെപ്പോസിറ്റ് കുറേ കൂടുക വെച്ചാൽ വെയിറ്റ് കൂടുകയും കുറഞ്ഞു. അപ്പോൾ ആ ഈ ലിവറിൻ്റെ അടുത്തുള്ള മെഷർമെൻറ്റാണ് നമ്മൾ അബ്ഡോമൻ സർക്കംഫറൻസ് എടുക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അതിൽ നമുക്ക് അറിയാൻ പറ്റും. ഈ 22 വീക്സിൽ കുഴപ്പമില്ലാണ്ട് പോയി 26 വീക്സിൽ വരുന്നൊരു ബേബി അത് കഴിഞ്ഞിട്ട് 26 വീക്സ് കറസ്പോണ്ടിങ് ആണ്ട് കുഴപ്പമില്ല, ഈവൻ 25 വീക്സ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ മെഷർമെൻ്റൊക്കെ നമ്മുടെ ഈ വൈറ്റ് പോപ്പുലേഷൻ വെച്ചിട്ട് സാധനം, നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ ചിലപ്പോൾ അത്ര എത്തിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ അതിൻ്റെ ആവറേജ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ 26 വേണ്ട ഇടത്തിൽ 24 23 കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം
ഷീസ് ഗോയിങ് ഫോർ വളർച്ച കുറയുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അതേമാതിരി തന്നെ 26 വീക്സിൽ നമുക്ക് 28 29 അബ്ഡോൺ സർക്കംഫറൻസ് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കണം. ഷീസ് ഗോയിങ് ഫോർ മാക്രോസോമി എന്ന് വെച്ചാൽ വെയിറ്റ് കൂടുതലാണ് പോകുന്നത്. വെയിറ്റ് കുറയുമ്പോൾ നമ്മൾ കുറയുന്ന പോകുന്നുണ്ടെങ്കിൽ നമ്മളെന്ന് വെച്ചാൽ ഈ സാധനം കുറച്ചും കൂടെ എന്താ വെച്ചാൽ ഈ ആസ്പിരിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താ വെച്ചാൽ കുറച്ചും കൂടെ ബ്ലഡ് സർക്കുലേഷൻ സാധനം ഇതും കൂടെ നമ്മൾ കൂടുതൽ സാധനം കൂടെ നമ്മൾ കൊടുക്കും. ഇനിയിപ്പോൾ അതല്ല കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടാൻ എന്താ കാരണം സാധാരണ നമ്മൾ കോമണസ്റ്റ് കോസ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് സാധനങ്ങൾ മെറ്റേണൽ ഷുഗറോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും, പിന്നെ മെറ്റേണൽ ഒബീസിറ്റി അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അപ്പം ഓൾറെഡി നമ്മൾ എന്താ വെച്ചാൽ 24 വീക്സ് ഒക്കെ ആകുമ്പോൾ ഈ ഗ്ലൂക്കോസിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്യും, ഗ്ലൂക്കോസ് കൊടുത്തിട്ട് ആണോ അല്ലയോ എന്ന് പറഞ്ഞിട്ട്. അത് ഈവൻ നോർമലാണെന്നുണ്ടെങ്കിൽ തന്നെയും ചിലപ്പോൾ അത് നോർമലായിരിക്കും. നമ്മൾ കുറച്ചും കൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് ഷുഗർ മോണിറ്റർ ചെയ്ത് കൂടുതലാണെന്നുണ്ടോ നോക്കാൻ പറയുന്നത്. പിന്നെ ഇത് കുഴപ്പമില്ലാണ്ട് പോകുന്നതിൻ്റെ പ്രശ്നമില്ല. നമ്മൾ 26 വീക്സ് സ്കാൻ ചെയ്തു, 26 വീക്സ് അങ്ങനെ തന്നെ പോകുന്നു. കറസ്പോണ്ടിങ് ഏതാണ് ഒന്നുകിൽ എന്താണെന്ന് വെച്ചാൽ 25 കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മളടുത്ത 30 വീക്സിലാണ് നമ്മൾ വിളിക്കുന്നത്. 30 വീക്സ് എന്തെങ്കിലും പ്രശ്നം തോന്നും, ഗ്രോത്തിൽ എന്തെങ്കിലും പ്രശ്നം തോന്നാൻ 32 വീക്സ് ആകുമ്പോൾ വേറെ തന്നെ ഗ്രോത്തും ഡോപ്പറും കൂടെ വേണം ചെയ്യാം. അത് നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെ അതിൽ പറഞ്ഞ മാതിരി ചിലപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ വരാൻ തുടങ്ങും. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ഡോൺ സർക്കംഫറൻസ് കുറച്ചും കൂടെ കുറഞ്ഞ് ചിലപ്പോൾ എന്താ വെച്ചാൽ 32 വീക്സിൽ നമ്മളൊരു 1.8 വിചാരിക്കുന്നുണ്ട് ബേബീൻ്റെ വെയിറ്റ്. ചിലപ്പോൾ അത്ര ഉണ്ടാവില്ല, ചിലപ്പോൾ 1.4 1.3 ഒക്കെ കാണിക്കൂ. ചിലപ്പോൾ ഡോപ്ലറിൽ കുറച്ചും കൂടെ അബ്നോർമാലിറ്റി കുറച്ചും കൂടെ കാണിക്കുന്നുണ്ടാവും. ചില സിവിയർ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, എന്താണെന്ന് വെച്ചാൽ അമ്പലിക്കൽ പൊക്കിൾക്കൊടി ഉണ്ടല്ലോ, അതിലുള്ള രക്തോട്ടത്തിൽ പിന്നും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ലൈക്കർ കുറഞ്ഞു വരുന്നുണ്ടാവും. അങ്ങനെയുള്ള പേഷ്യൻ്റ് ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ചിലപ്പോൾ പറഞ്ഞ വീക്കിലി ഡോപ്ലർ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇയാൾ അങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് നോക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഈ അമ്പലിക്കൽ കോഡിലുള്ള ബ്ലഡ് ഫ്ലോൻ്റെ ചില അമ്പലിക്കൽ ആർട്ടറി PA എന്നൊക്കെ ചില ടെക്നിക്കൽ സാധനങ്ങൾ അത് വെച്ച് നോക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ നല്ല പ്രശ്നമുള്ള കുട്ടികളുണ്ട് 30 വീക്സിൽ തന്നെ ചിലപ്പോൾ നമ്മൾ എടുക്കേണ്ടി വരും, ചിലപ്പോൾ ഡെലിവറി ആക്കേണ്ടി വരും. ഇപ്പോൾ ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ള ആൾക്കാർ, പ്രഷറുള്ള ആൾക്കാർ നേരത്തെ അവിടെ അഡ്മിറ്റ് ആവണം. വേറൊരു ചേഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ഈ ഹൈപ്പർ ടെൻസീവ് കോംപ്ലിക്കേഷൻ ഓഫ് പ്രഗ്നൻസി ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ സിനാരിയോ കുറച്ചും കൂടെ ഇപ്പം നമുക്ക് കിട്ടുന്ന പേഷ്യൻസ് കുറച്ചും കൂടെ ഡയബറ്റിക് ട്രെൻഡുള്ള ആൾക്കാരാണ്. UGRൽ നമുക്ക് കിട്ടുന്ന കുറച്ചും കൂടെ വെയിറ്റ് കൂടുതൽ. രണ്ട് കാരണം, ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ഈ കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് ഡയബറ്റീസിൻ്റെ ഹബ്ബാണല്ലോ, തലസ്ഥാനാണെന്നല്ലോ പറയണം. അപ്പം പിന്നെ അതേമാതിരി ഒബീസിറ്റി, PCOS ഒബീസിറ്റി ഇത് ഭയങ്കരമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫ്ലെയർ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഒബീസ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കിലോ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ബേബി എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ചിലപ്പോൾ അനുസരിച്ചിട്ട് കൂടൂലേ. ഇപ്പം നമ്മൾ ആക്ച്വലി ഫേസ് ചെയ്യുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്രോസോമിയാണ് കുറച്ചും കൂടെ നമ്മൾ മുന്നിലുണ്ടാക്കും, കുറച്ചും കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സാധനം. ഈ മാക്രോസോമി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കുട്ടിക്ക് വെയിറ്റ് കൂടുന്നുണ്ടല്ലേ, ചില ആൾക്കാർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും, കുഴപ്പമില്ല ആൾ ഉഷാറായിട്ട് വരികയാണ്. ശരിക്കും അത് നമ്മുടെ ഒബേസിറ്റി മാതിരി തന്നെയാണ്. വെയിറ്റ് കൂടുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഇൻഡിക്കേഷൻ ഓഫ് ഹെൽത്ത്, ഇറ്റ്സ് അൺഹെൽത്തി സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ വെയിറ്റ് കൂടുന്നത് ബേബിക്ക് കൂടാനുള്ള മെക്കാനിസം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയബറ്റീസ് ഇതൊക്കെ ഒബീസായിട്ടുള്ള ആൾക്കാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവരുടെ ഗ്ലൂക്കോസ് ലെവൽ കൂടുതലുണ്ടാവും. അപ്പോൾ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സാധനം പ്ലാസിൻ്റെ കൂടെ കുട്ടിക്ക് കിട്ടും. കുട്ടിക്ക് കിട്ടുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഗ്ലൂക്കോസ് കൂടുതൽ വരുന്ന സമയത്ത് ഫീറ്റൽ പാങ്ക്രിയാസ് ഉണ്ടല്ലോ, കുട്ടീൻ്റെ ഉള്ളിലുള്ള പാങ്ക്രിയാസ്, ആ സാധനം കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ രണ്ടും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ഡെപ്പോസിറ്റ് ഈ സാധനത്തിന് മുകളിലൊക്കെ കൂട്ടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രങ്ക് പിന്നെ ബാക്കി ഈ സാധനങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കൂട്ടി വരും. അതിൽ വലുതാകാത്തൊരു സാധനം തല മാത്രമേ ഉണ്ടാവും. തല നോർമലായിട്ട് നമ്മളിപ്പോൾ ഒരു 60 കിലോ ഒരാൾ 100 കിലോ ആയ തല വലുതാവും ഇല്ലല്ലോ. അതേമാതിരി തന്നെ ബേബിയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ വലുതാവും, തല അങ്ങനെ തന്നെ നിൽക്കും. അപ്പം അത് ഡെലിവറിയിൽ ഭയങ്കര ഇംപ്ലിക്കേഷൻ ഉള്ള ഒരു സാധനമാണ്, നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് പറയാം. പിന്നെ ബാക്കിയുള്ള വേറൊരു ഇഷ്യൂ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ആൾക്കാരില്ല, RH നെഗറ്റീവ്, ഇങ്ങനെയുള്ള പേഷ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ എന്തെങ്കിലും ഈ ഫീറ്റോ മെറ്റേണൽ ട്രാൻസ്ഫ്യൂഷൻ നടന്നിട്ടുണ്ടോ നോക്കണം. ICT എന്ന് പറഞ്ഞ ടെസ്റ്റ്. ICT ടെസ്റ്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇതേമാതിരി തന്നെ നമ്മൾ വീക്കിലി ICT നോക്കിക്കൊണ്ടേയിരിക്കും. ഒരു ക്രിട്ടിക്കൽ ലെവലിൻ്റെ മേലെ പോവുകയാണെങ്കിൽ അതേമാതിരി തന്നെ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീറ്റൽ ഡോപ്ലറിലൊന്നും വ്യത്യാസം വരികയാണെങ്കിൽ അതിന് ശരിക്കുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രായൂട്രൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കുട്ടീൻ്റെ ഗർഭസ്ഥ ശിശുവിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, അങ്ങനെ ചെയ്യാം. ഇപ്പോൾ അതല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു മാച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിലാണ് നമ്മൾ നേരത്തെ അഡ്മിറ്റാക്കി ബേബി പുറത്ത് വരണമെന്ന് പറയും. നേരത്തെ നമ്മൾ അഡ്മിറ്റാക്കി നോക്കേണ്ട സാധനങ്ങൾ ഇത്രയും. മാക്രോസോമിയൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അഡ്മിറ്റ് ആക്കേണ്ടി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഈ 35 വീക്സിൽ നമ്മൾ വിചാരിക്കുന്നൊരു വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, ഒരു 2.4 2.5 അത്രയേ വേണ്ടൂ. അതിന് പകരം ഇയാൾക്ക് 3 കിലോ വെയിറ്റ് ഉണ്ടെന്ന് കൂട്ടിക്കോളൂ, 3 200 ഉണ്ടെന്ന് വിചാരിച്ചോളൂ.
അപ്പോൾ അവർ പറയാം, അപ്പോൾ നമ്മൾ കൗൺസിൽ ചെയ്യും ഈ സാധനത്തിന് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വെയിറ്റ് കൂടാൻ പ്രശ്നങ്ങളോ. അവിടുത്തെ സാധാരണ നാച്ചുറലി ഇവരെ ചോദ്യം എന്തായിരിക്കും, നേരത്തെ ഡെലിവറി ആയിക്കുള്ള സാധനം. അപ്പോൾ നേരത്തെ ഡെലിവറി ആക്കുമ്പോൾ രണ്ട് ഇഷ്യൂ ഉണ്ട്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബിൻ്റെ വെയിറ്റ് മാത്രമേ ഉണ്ട്, അതിൻ്റെ ഫീറ്റൽ ലെങ് മാച്ചുറിറ്റിയും ബാക്കിയുള്ള ഓർഗൻ മാച്ചുറേഷൻ നടന്നിട്ടേ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ബേബി നമ്മൾ ഡെലിവറി ആക്കി കഴിഞ്ഞാൽ അയാൾ ചിലപ്പം NICU-ലോട്ട് പോകും. പ്രത്യേകിച്ച് ഈ വെയിറ്റ് കൂടുതലുള്ള പേഷ്യൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർഫാക്റ്റൻ്റ് സാധനങ്ങൾക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരും. ലെങ് മാച്ചുറിറ്റി കുറച്ചും കൂടി ഡിലേഡ് ആയിരിക്കും. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ചെയ്യാം. ഒന്നത്. രണ്ടാമത് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വെയിറ്റ് കൂടിയെന്ന് വിചാരിച്ചിട്ട് 37 വീക്സ് ഇൻഡ്യൂസ് ചെയ്യാമെന്ന് നോക്കിയാൽ തന്നെ എന്താണെന്ന് വെച്ചാൽ സെർവിക്സ് ചിലപ്പം ആയിട്ടേ ഉണ്ടാവില്ല. ചിലപ്പം ഈ ഫേസ്മെൻറ്റോ ഡയലറ്റേഷനോ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ഈ ഒരു ഇഷ്യൂ കൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ സിസേറിനാവുന്നത് ശരിക്കും ഡയലറ്റേഷനും ഡിസെൻറ്റും ഇല്ലാണ്ട് തന്നെ സിസേറിനാവാനൊരു സാധ്യതയാണ്. ഈ പറഞ്ഞ കൂട്ടത്തിൽ ബാക്കിയും കൂടെ അങ്ങ് പറഞ്ഞേക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മാക്രോസോമിയ എന്ന് പറഞ്ഞല്ലോ, അത് ഡിസിഷൻ എടുക്കാൻ നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നൊരു സാധനമാണ് നമ്മൾ കൗൺസിൽ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഈ സമയത്ത് ഇപ്പം ഒരു 36-37 വീക്സിലുള്ള ആൾ സ്കാൻ റിപ്പോർട്ടും കൊണ്ടുവരുവാണ്. ബേബി വെയിറ്റ് 4 kg, 4 കിലോ 4 kg ബേബി വെയിറ്റ് ഉണ്ടെന്ന് നോട്ടി. അത് ശരിക്കും നമ്മളെ ഡെഫിനിഷൻ അനുസരിച്ച് ഏതാണ്ട് മൈക്രോസോമിൽ വരുന്നൊരു സാധനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി പറയാം. ഈ 4 kg ഉള്ളൊരു ബേബി ഇത് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 kg ആയിക്കൊള്ളണമെന്നില്ല. ഒന്നത്. രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ 4 kg ഡെലിവറി ആവുന്നതിന് ചിലപ്പം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മുടെ ലേബർ റൂമിൽ തന്നെ എന്താ വെച്ചാൽ 4.6 kgക്കുള്ള ആദ്യത്തെ പ്രസവം ഞാൻ തന്നെ എടുത്തിട്ടുണ്ട് കുഴപ്പമില്ല. അതേമാതിരി തന്നെ എന്താ വെച്ചാൽ 3.6 kgക്കുള്ള ബേബി പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ ഈ ബേബിയുടെ വെയിറ്റും മാത്രമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഹൈറ്റ്, ആ ഇറങ്ങി വരാനുള്ള എല്ലുണ്ടല്ലോ പെൽവിസ്, അവിടെയുള്ള പിന്നെ ഈ എന്താ പറയുക സ്പേസ്, ഈ ഒരു സാധനങ്ങൾ നമ്മളൊരു സാധനം ഇറങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ ആ സാധനത്തിന് വലുപ്പം മാത്രമല്ല, നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴിയും കൂടെ നോക്കണ്ടേ, എന്നാലല്ലേ റെഡി ആകാൻ പറ്റും. അപ്പോൾ ഈ 4 kg ഉള്ള പേഷ്യനോട് നമ്മൾ എന്താ പറയുക, നിങ്ങൾ ഡെലിവറി ആയിക്കോളി എന്ന് പറയാൻ പറ്റുമോ, ഇനിയിപ്പോൾ അതിന് സിസേറിയൻ ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ? എന്ന് വെച്ചാൽ അതൊരു ഭയങ്കര ട്രിക്കി ആയിട്ടൊരു സാധനമാണെന്ന് വെച്ചാൽ ചിലപ്പം ഈ വെയിറ്റിൻ്റെ കാര്യം നമ്മൾ പറയാം. ഈ വെയിറ്റിൽ മെഷർമെൻറ്റിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കിൽ ഈ വെയിറ്റ് നമ്മൾ പറഞ്ഞല്ലോ, എന്താ പറയുക, ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്തുള്ള ഈ മെഷീൻ്റെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയർ കാൽക്കുലേഷനാണ്. എല്ലാ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ എറർ ഉണ്ടാവും ഇല്ലേ, അക്യുറേറ്റ് നമ്മൾ പറയൂലല്ലോ, ഒരു +or- ഇത്ര പറയൂലേ. നമ്മൾ ബുക്കിലൊക്കെ പറയുന്നത് വെച്ചാൽ 20% എറർ വരാമെന്ന് പറയാം. ഈ 4 kg ഉള്ള ബേബി എൻ്റെ 20% എറർ വന്നാൽ എത്ര 800 ഗ്രാം വന്നില്ലേ? 800 ഗ്രാം വന്നു കഴിഞ്ഞാൽ എത്ര? താഴോട്ട് വന്നാൽ 3.2 ആവാം, മേലോട്ട് വന്നാൽ എത്രയോ 4.8 ആവും. ഈ സാധനം 4.8 ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ബേബിക്ക് എന്താ പ്രശ്നം വരിക വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി ആവേണ്ട ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളൊരു പേഷ്യൻ്റ് ഡെലിവറിക്ക് വെച്ച് നോക്കിക്കോളൂ, നമ്മളയാൾക്ക് കൊടുക്കുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരിയുള്ള ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമുണ്ട്. ആ ടൈമിൻ്റെ ഉള്ളിൽ അയാൾ ഡെലിവറി ആയിട്ട് നമ്മൾ സിസേറിന് എടുത്ത് പോകും. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല. ഈ മാക്രോസോമിയയിലെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഡെലിവറി ആയി പോരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡിൻ്റെ വലുപ്പം കൂടുന്നില്ലല്ലോ, ആ സാധനം ട്രങ്കും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വരുന്നത് ഹെഡ് ഡെലിവറി ആയിട്ട് കുഴപ്പമില്ലാണ്ടെങ്കിൽ പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബുക്കിൽ ഉസ്താദ്മാർ വളരെ കറക്റ്റായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്താ വെച്ചാൽ എന്ത് ചെയ്യണമെന്ന് വളരെ കറക്റ്റായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സാധനം ഈ സാധനങ്ങൾ റൊട്ടേഷൻ ബാക്കിയുള്ള സാധനങ്ങൾ ഈ മെക്രോബട്സ്മാൻ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം എന്ന് വെച്ചാൽ കുഴപ്പമില്ലാണ്ട് ബേബിങ് പോരും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. ചില സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോൾഡർ ഇത് വന്നു കഴിഞ്ഞിട്ട് ഹെഡ് വന്നു കഴിഞ്ഞിട്ട് ഷോൾഡർ അങ്ങോട്ട് പിടിക്കും, നല്ല പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് വരുന്ന ഈ ബ്രാക്കിൽ പ്രക്ഷസ് എന്ന് പറഞ്ഞ ഞരമ്പില്ലേ, ഈ താഴോട്ട് വരുന്ന അതിൻ്റെ മുകളിൽ ട്രാക്ഷൻ വരും. ഈ ട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തോ ഈ ബേബിയുടെ കൈ അനക്കാൻ ബുദ്ധിമുട്ടാവും. ഇതിങ്ങനെ നിന്ന് പോകും ചിലപ്പോൾ, അല്ലെങ്കിൽ പാർഷ്യലാണ്ട് കുറച്ച് പൊക്കും, അതിനെ ബാക്കോട്ട് പൊക്കാൻ പറ്റില്ല. ഇത് നമ്മളൊന്നും പറയാതെ ഒരു ബേബി ഡെലിവറി ആയിട്ട് കൈ എങ്ങനെ ഉണ്ടോ, ഭയങ്കര വയലൻ്റ് ആവില്ല ആൾക്കാർ, നമുക്കൊന്നും പറയാനേ പറ്റില്ല. നമ്മൾ ഹെൽപ്ലെസ് ആണ്, നമുക്കൊന്നും നോ സേഫ് ഫോർ അസ്, നമുക്കൊന്നും പേഷ്യൻ്റ് അടുത്തൊന്നും പറയാനേ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ചിലപ്പോൾ 90% കുഴപ്പമുണ്ടാവില്ല, 10% സിറ്റുവേഷൻ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അതുപോലും ഈവൻ 1% ആണെങ്കിൽ പോലും നമ്മളത് കൗൺസിൽ ചെയ്ത് വെച്ചില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്യൂ ആവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പേഷ്യൻ്റെ അടുത്ത് ഡെലിവറിക്ക് വരുന്ന സമയത്ത് നമ്മൾ പറയും 4 kg ചിലപ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലും ഗ്രോത്ത് അവസാനത്തെ വെയിറ്റ് നോക്കുന്ന സ്കാൻ ചിലപ്പോൾ നമ്മൾ തന്നെ ചെയ്യുക. അത് നമ്മൾ AC അപ് ഡൗൺ സർക്കിൾ 3, 4, 5 പ്രാവശ്യം നമ്മൾ എടുത്ത് നോക്കും, അങ്ങോട്ടും കുറേ സമയം എടുക്കും നമ്മളൊന്ന് റെഡിയാക്കിയാണ്. എവിടെയാണ് അങ്ങോട്ടും ചില സമയത്ത് ബേബിയുടെ പൊസിഷനൊക്കെ അങ്ങോട്ടും മാറ്റം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ അപ് ഡൗൺ സർക്കിൾ എത്ര എടുത്താലും അത് കറക്റ്റായിട്ട് കിട്ടിക്കോണമെന്നില്ല, ചെറിയ ചില വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടാവും.
എന്നാലും നമ്മൾ പറയും പേഷ്യൻ്റെ അടുത്ത് എത്ര നമ്മൾ അക്യുറേറ്റ് ആയിട്ട് മെഷർ 10% എറർ നമ്മൾ എന്തായാലും കാണും. നേരത്തെ പറയും. ആ അപ്പോൾ ഈ നേരത്തെ നമ്മൾ കുറച്ചും കൂടെ ചുരുങ്ങി ഈ 4 kg നമ്മൾ പറഞ്ഞ പേഷ്യൻ്റ് എന്ന് വെച്ചാൽ 3.6 to 4.4 ഓക്കെ. അത്ര നമുക്ക് വിചാരിക്കാം. അപ്പോൾ നമ്മൾ പറയും പേഷ്യൻ്റ് സി ഇങ്ങനെയാണുള്ളത്. ചിലപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല, ചിലപ്പം കുഴപ്പമില്ലാണ്ട് നിങ്ങൾ ഡെലിവറി ആയി പോരായിരിക്കും. പക്ഷേ ചിലപ്പോൾ ഒരു 10% ചാൻസ് ചിലപ്പോൾ ഇതിന് വരാം, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ വിചാരിക്കണം. ഒരു 10% റിസ്ക് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ഡെലിവറി ചെയ്യാൻ വെക്കുകയെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതല്ല തീരെ റിസ്ക് എടുക്കുന്നില്ല, നിങ്ങൾ വിചാരിക്കണം ഒരു റിസ്ക് എടുക്കുന്നില്ല, നമ്മൾ സിസേറിയൻ ചെയ്തേക്കാന്ന് വിചാരിക്കാമെന്ന് കൂട്ടിക്കോളി. അങ്ങനെ സിസേറിയൻ ചെയ്തെടുത്താൽ ചിലപ്പോൾ 3,600 ചിലപ്പോൾ കുട്ടി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ പ്രസവിക്കുന്ന പേഷ്യൻ്റാണ്, അതോ പഠിച്ചോണെ ഞാനിത് സിസേറിയനായിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ സാധനം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് പേഷ്യൻ്റ് വിടും, പിന്നെ വീട്ടിൽ വിടും. ഇതും പറയാം അവരോട്, ഇവിടെ നിങ്ങൾ 36 വീക്സിലാണെന്ന് കാരണം എവറി വീക്സ് 200 to 250 gram കൂടും. ഡയബറ്റിക് എങ്ങാണെങ്കിൽ അവിടെ നിൽക്കില്ല, ചിലപ്പോൾ അതിലും കൂടുതൽ കൂടാൻ സാധ്യത, ഇതും കൂടെ കൂടാൻ സാധ്യത ഉണ്ടെന്ന് കൊണ്ട് പറഞ്ഞു. അപ്പോൾ 37 വീക്സിലോ 38 വീക്സ് ആകുമ്പോഴേക്കും എന്താ വെച്ചാൽ അവിടെ 200 gram കൂടിയെന്ന് വിചാരിക്കണം, പിന്നെ 200 gram കൂടിയെന്ന് വിചാരിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങളുള്ളത്, നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. നമ്മൾ നേരത്തെ ഇപ്പോൾ കൗൺസിലിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം വാട്ട് ടു ഡു എന്നുള്ളത്. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡെലിവറി പ്ലാൻ ചെയ്യുന്നില്ല, സിസേറിയനാണ് അങ്ങനെയും ചെയ്ത് നോക്കാം, കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. പിന്നെ ഈ സാധാരണഗതിയിൽ ഈ എർബ്സ് പാൾസി നമ്മൾ പറയും കഴിക്കേണ്ടതെന്ന് മിക്കവാറും എന്താ വെച്ചാൽ ഒരു 3 weeks ഒക്കെ എന്താ വെച്ചാൽ ഫിസിയോതെറാപ്പി ഇത് റെഡിയാവും, വലിയ കുഴപ്പം. വളരെ അപൂർവമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഫിസിയോതെറാപ്പി ചെയ്ത് റെഡി ആവുന്നില്ലെങ്കിൽ പിന്നെ അത് ശരിക്കും ന്യൂറോ സർജറി ചെയ്തിട്ട് നമ്മളത് കറക്റ്റ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു മേജർ ഇഷ്യൂ വരുന്നത്. IUGR നമുക്ക് കൗൺസിലിംഗ് കുറച്ചും കൂടി എളുപ്പമാണ്, അതൊന്നുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ഡോപ്പർ അപ്പ് നോർമാലിറ്റി ഉണ്ട്, പ്രശ്നമില്ല, എടുത്തോട്ട് പ്രശ്നമുണ്ടെങ്കിൽ ഇവൻ പിന്നെ എന്താ പറയുക തീരെ ഈ ലേബറിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, ഡെലിവറിയുടെ ഒരു സ്ട്രെസ് ഇല്ലേ, ഓരോ കൺട്രാക്ഷൻ ബേബിക്ക് ഓരോ സ്ട്രെസ് ഇങ്ങനെ മൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ സ്ട്രെസ് വിത്ത് സ്റ്റാൻഡ് ചെയ്യുന്ന ബേബി ആണെന്നുണ്ടെങ്കിൽ ഡെലിവറി ആയി പോകും, ചിലപ്പോൾ മെക്കോണ്ടി ആവുന്ന ചില പ്രശ്നം വിത്ത് സ്റ്റാൻഡ് ചെയ്ത് പോകാൻ ഡെലിവറി ആവുന്നില്ലേ, സിസേറിയൻ ചെയ്തു പോകും, വേറെ പ്രത്യേകിച്ച് ഇഷ്യൂസ് വരുന്നില്ല. ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന സാധനം മാക്രോസോമി എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഇങ്ങനെ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ടെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ഫുഡ് ഹാബിറ്റിൻ്റെ ആണ് പ്രശ്നം. ഒബിസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒന്നുമല്ല, നമ്മൾ എന്തൊക്കെ പണ്ടൊക്കെ എന്താ നമ്മൾ ഭക്ഷണം ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുകയല്ലേ നമ്മുടെ ആവശ്യത്തിൽ. ഇപ്പം അതല്ല, ഭക്ഷണം ട്രൈ ചെയ്യല്ലേ. ഇപ്പൊ കുറെ ഈ ഫുഡ് ബ്ലോഗർമാരൊക്കെ വരുന്ന സാധനം എന്താ, ഒരു തിന്നുന്ന ഭക്ഷണം കണ്ടാലും ഒരു രാവിലെ കോഴിക്കോട് വേറെ കയറി മറ്റൊരു കയറി ഒരു 5-8 ഹോട്ടൽ ഒന്നിച്ച് കയറി എന്തൊക്കെയോ കഴിക്കാം. അപ്പൊ കാണുന്ന ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കണില്ല, ഇത് കഴിച്ചിട്ടില്ല എന്തോ മോശമാണ്. അയാളുടെ ജോലിയാണ് അയാൾ ചെയ്യുന്നത്, അയാളുടെ പണിയെടുക്കുന്നതാണ്, ഇത് സാധനം കൊടുത്തിട്ട് അത് വിചാരിച്ച് നമ്മൾ സാധാരണക്കാർ ഭക്ഷണം കഴിക്കുന്നത് അത് അങ്ങനെയാണ് ഇപ്പോൾ കഴിക്കണത്. ഒരു സ്ഥലത്തുനിന്ന് ഒന്ന് കയറി കഴിച്ച് മറ്റേ സ്ഥലത്ത് മറ്റേ കയറി കഴിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ പ്രഗ്നന്റ് ആൾക്കാർ കുറച്ചും കൂടെ ഒന്ന് പാമ്പർ, ഓള് ഗർഭിണിയല്ലേ, ഓളെ ഇഷ്ടമല്ലേ. ഈ ഡയബറ്റിക് ആയ പേഷ്യന്റ് പിന്നെ ഭയങ്കര മധുരപലഹാരം ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വരും, ഓള് ഗർഭിണിയല്ലേ സാറേ, ഓള് കഴിച്ചോട്ടെ. അതാണ് ആൾക്കാരുടെ ഭക്ഷണം ഇങ്ങനെ എന്താ വെച്ചാൽ ആഘോഷമാക്കി മാറ്റുക. എന്ന് വെച്ചാൽ ആവശ്യത്തിനല്ല, നമ്മുടെ ഈ വിശപ്പിന് ഭക്ഷണം കഴിക്കുന്ന രീതി മാറിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒരു ഫെസ്റ്റിവൽ മൂഡിലോട്ട് ആൾക്കാർ പോയി. അത് നമ്മളെ ഈ സാധനത്തിന് നല്ലോണം ബാധിക്കുന്നുണ്ട് ശരിക്കും. ബാക്കിയുള്ള ഈ പ്രഗ്നൻസി പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, ഈ ഡെലിവറി കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, ഡെലിവറി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ എന്താ പോകുന്നത്, ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ തടി കൂട്ടാനുള്ള സാധനങ്ങൾ കൂടിയിട്ട് 100 കിലോ ഉണ്ടാണ് 20 കിലോ ആയിട്ട് 3 മാസം ആകുമ്പോഴേക്ക് പിന്നും കൂടിയത്. ഈ ഒരു സാധനത്തിന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ വെയിറ്റ് കുറക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഭയങ്കര PCOS ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർ നമ്മൾ വെയിറ്റ് കുറക്കണമെന്ന് ചില ഉമ്മമാർക്ക് അത് ഇഷ്ടമല്ല. പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓള് ഭക്ഷണം ഒന്നും കഴിക്കില്ല സാറേ, എന്നിട്ട് ഓളെ വെയിറ്റ് ഇങ്ങനെ കൂടിക്കും. ഞാൻ പറയുന്നത് പിന്നെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടായിരിക്കും, ആഗോള താപനം പോലെ വെയിറ്റ് അല്ലാണ്ട് എന്ത് പറഞ്ഞാലും അവർക്ക് സമ്മതിക്കില്ല. അത് ശരിക്കും നമ്മൾ പറഞ്ഞാൽ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കുറക്കാൻ പറ്റും. കൺട്രോൾ ചെയ്ത് എക്സസൈസ് ചെയ്താൽ ചിലപ്പോൾ എന്താ വെച്ചാൽ PCOD ഒക്കെ കുറച്ചും കൂടെ എന്താ വെച്ചാൽ നമ്മൾ നല്ല മോട്ടിവേഷൻ വേണം, നല്ലോണം നോക്കണമായിരിക്കും. പക്ഷെ നമ്മൾ പുറകെ എന്താ കഴിഞ്ഞാൽ കുറക്കാൻ പറ്റാത്ത വെയിറ്റ് ഒന്നുമില്ല, അത് ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന സാധനം തന്നെയുള്ളൂ. ഓരോ പേഷ്യന്റ് വരുമ്പോഴും ശരിക്കും ആന്റിനെന്റൽ ചെക്കിന്റെ സമയത്ത് നമ്മൾ കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണല്ലേ അവരോട്. നമ്മളൊക്കെ എന്താ വെച്ചാൽ ഓരോ സമയത്ത് ഇവരോട് പറഞ്ഞു കൊടുക്കും നമ്മൾ. പക്ഷെ എത്ര പറഞ്ഞു കൊടുത്താലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില ആൾക്കാർ ഭയങ്കര കറക്റ്റായിട്ട് ഫോളോ ചെയ്തു, ചില ആൾക്കാർക്ക് മോട്ടിവേഷൻ ഭയങ്കര കുറവായിരിക്കും. ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഇങ്ങനെ കഴിക്കാണ്ടിരിക്കുക, അതും ഈ ഗർഭം പ്രസവം എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ ആഘോഷ ഉത്സവം നടക്കണേ, കുറെ ബന്ധുക്കൾ സാധനം കൊണ്ട് വരുന്നുണ്ടാവും, ബാക്കി എവിടേക്കോ പോകുന്നുണ്ടാവും, ഇതൊക്കെ കഴിക്കുന്നുണ്ടാവും. പക്ഷേ ഇതെല്ലാം കൂടെ കഴിഞ്ഞ അവസാനം വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും.